ഒരു കിടിലൻ വണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് DC മോട്ടോഴ്സ് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇന്നോവയാണ് കേട്ടോ. ഇന്നോവ വരുന്നത് ഒരു 7 സീറ്റർ വണ്ടിയായിട്ടാണ്. ശരിക്കും ഈ വണ്ടി എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഒരു 4 സീറ്ററാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി ഒരു ഫ്രിഡ്ജിൻ്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ വെറും 2,75,000 രൂപയുടെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ ഒരു വണ്ടി മാത്രം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതായത് ശരിക്കും ഒരു ക്യാരവാൻ സെറ്റപ്പിൽ അത്രയധികം ക്വാളിറ്റിയിൽ നല്ല പൈസ മുടക്കി പണിഞ്ഞിട്ടുള്ള ഒരു കിടിലൻ വണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് DC മോട്ടോഴ്സ് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇന്നോവയാണ് കേട്ടോ. ഇന്നോവ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സാധാരണ വണ്ടിയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ 2013 മോഡൽ വണ്ടിയാണ്. 2013 G4 വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പൈസ മുടക്കിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിപ്പോൾ നിലവിൽ കിടക്കുന്നത് MH രജിസ്ട്രേഷനിലാണ്. നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് വരും. ഇതിൻ്റെ അകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു അലോയ് വീൽസ് ഉണ്ട്. ടയർ ഭാഗങ്ങൾ ഏകദേശം 90% കേട്ടോ. മെയിനായിട്ട് നമ്മളിതിൻ്റെ എക്സ്റ്റീരിയർ കാണുന്നതിലുപരി നമുക്കിതിൽ കാണാനുള്ളത് ഇൻറ്റീരിയറാണ്. ഈ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെയൊക്കെ കുറേ എലമെൻറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേലെ ഒരു വലിയ എന്താ പറയുക ഒരു കാരിയർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ആ ഒരു G4ൻ്റെ തനത് ലുക്ക് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നോവ വരുന്നത് ഒരു 7 സീറ്റർ വണ്ടിയായിട്ടാണ്. ശരിക്കും ഈ വണ്ടി എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഒരു 4 സീറ്ററാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ട് ശരിക്കും അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ക്യാരവാനായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതിപ്പോൾ ഒരു ഡ്രൈവറെയൊക്കെ വെച്ച് ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ടൊയോട്ടയുടെ എന്താ പറയുക വെൽഫെയർ ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം പൈസ വരില്ല. ഏകദേശം ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ഈ ഡ്രൈവർ സൈഡിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം നോർമൽ ഒരു 2013 വണ്ടീൻ്റെ തന്നെയാണ്. പക്ഷേ ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു എക്സ്ട്രാ ഒരു എലമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കുറേ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ ഒരു പ്രീമിയം ഫിനിഷിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിടാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കിലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബാക്ക് റോ ആണ് കേട്ടോ. ബാക്ക് റോ നിങ്ങൾ ശരിക്കും കാണണം. അതായത് അത്യാവശ്യം വേറെ ലെവല് സീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഇലക്ട്രിക് കൺട്രോൾസ് വരുന്ന സാധനമാണ്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ടല്ലോ അല്ലേ. ഈ ഒരു സീറ്റൊക്കെ നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കേ, എന്നാ കിടിലൻ സാധനമാണെന്നറിയോ. അതായത് ശരിക്കും ഒരു ക്യാരവാൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് കൊണ്ടുണ്ട്. അതുപോലെ തന്നെ 2 നല്ല അടിപൊളി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പക്ക വർക്കിംഗ് ആണ്. ഇതേ ഇവിടെ ഒരു മിറർ ഉണ്ട്, മുഖമൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഇന്നോവയിൽ വരുന്ന ഒരു AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ അതും കാണാം കേട്ടോ. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഇത് ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു പീസ് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തതാണ്. നോർമലി ഇന്നോവേൻ്റെ ഡോർ ഓപ്പണിങ്ങിൻ്റെ സാധനം ഇതിൻ്റെ കുറച്ച് ഉള്ളോട്ടായിട്ട് അവർ സെപ്പറേറ്റ് തന്നെ ആ ഒരു കമ്പനി സാധനം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതിന് പുറമെ ഇത്രയും ഭാഗങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തായിട്ട് ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന പോലെ ഒരു ടേബിൾ, അതായത് ചെറിയൊരു ടീപ്പോ പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി ഒരു ഫ്രിഡ്ജിൻ്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഇൻസ്റ്റലേഷൻ ലൂസാണ്, അതാണ് ഒരു കിടിലൻ ഫ്രിഡ്ജ് ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ നല്ല കൂളിംഗ് ഉണ്ട്, അത് വർക്കിങ്ങും ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഞാനൊന്ന് കാണിച്ചു തരാം. കുറേയധികം ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഈ ലൈറ്റുകളൊക്കെ നമ്മൾ ഇതൊക്കെ ഇടുന്നതിനനുസരിച്ച് ഇതൊക്കെ കത്തും. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ ലൈറ്റ് വരും. ഇതിൻ്റെ സീറ്റിൻ്റെ ഒന്ന് നോക്കിക്കോട്ടോ. അതായത് നമുക്ക് സീറ്റ് ഒരുപാട് ബാക്കോട്ട് ഇങ്ങനെ ഇറക്കിയിടാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഞാൻ ജസ്റ്റ് സ്വിച്ച് ഞെക്കുന്നുള്ളൂ. ഇത് കറക്റ്റായിട്ട് ഇതാ പോകാവുന്നതിൻ്റെ മാക്സിമം ബാക്കിലോട്ട് എത്തി. അതുപോലെ തന്നെ ഇത് നമുക്കിനി റിക്ലൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാല് കുറച്ചധികം പൊക്കണമെങ്കിൽ, നല്ലോണം പൊക്കി വെക്കണമെങ്കിൽ ഇത് കണ്ടല്ലോ ഈ ലെവലിൽ വരെ ഈ സാധനത്തിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് കിടക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്കാണ് ഞാനത് കൊണ്ടുപോകുന്നത്. ഉള്ളോട്ട് കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോ ബ്രോ. അതായത് കണ്ടോ ഇപ്പോൾ ലെവലിൽ നമുക്കിതിങ്ങനെ ഇത് ഇനിയും കിടക്കാം കേട്ടോ, മാക്സിമം കിടക്കാം. അതുകൊണ്ടാണ് ഇത് ശരിക്കും ഇപ്പോൾ ഒരു 4 സീറ്റർ വണ്ടി ആക്കിയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇത്രയധികം സെറ്റപ്പ് ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ബാക്കിയുള്ള ബാക്കിലെ സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി ഇത് ഈ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവർ വെച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കംഫർട്ടായിട്ട് ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് അത്യാവശ്യം എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ സൺബ്ലൈൻഡ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒരു ക്യാരവാൻ അല്ലെങ്കിൽ ഒരു പ്രീമിയം ലക്ഷറി സെറ്റപ്പിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് സീറ്റ് കാര്യങ്ങളൊക്കെ
അത്രയ്ക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കും ഭയങ്കര കംഫർട്ടായിട്ട് ഇരുന്ന് കിടന്ന് യാത്ര ചെയ്യാം. AC വെൻറ്റുകളും കാര്യങ്ങളും എല്ലാം പക്കയാണ്. ഇൻറ്റീരിയർ നല്ല നീറ്റാണ്. ഫുൾ സെറ്റപ്പ് ഒരു സാധനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2013 G4 വണ്ടിയാണ്. ഇപ്പോൾ നിലവിൽ പേപ്പർ ആയിട്ടില്ല. ഇവിടെ പേപ്പർ ആക്കി തരും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് വെറും 67,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു 2013 ഒരു വണ്ടി 67,000 വളരെ ലോ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഒരു വണ്ടി ഇവിടെ വിൽക്കുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു 7.5 മുതൽ 8.5-9 ഒക്കെ ഉള്ളിൽ വണ്ടീൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അപ്പോൾ ഇത്രയും പണിയെടുപ്പിച്ചൊരു വണ്ടി, അതുപോലെ ലക്ഷങ്ങൾ മുടക്കി പണിതൊരു വണ്ടി 2013 ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ എല്ലാവിധ ഫിറ്റിങ്സും എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ളൊരു വണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വെറും എത്രയ്ക്ക് കിട്ടും? 9,75,000 രൂപയ്ക്ക് കിട്ടും. അത് നെഗോഷ്യബിളുമാണ് കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾക്ക് അതിൽ പ്രൈസ് കുറച്ച് തരും. ഇതുപോലൊരു വണ്ടി എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാർ ക്രാഡിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. ഇപ്പം നിലവിൽ ഞാൻ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് കാർ ക്രാഡിലുള്ള അവരുടെ ഒരു ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ പെരുന്നാൾ പ്രമാണിച്ച് ഒരു ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. എക്സാക്റ്റ് ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ രാമനാട്ടുകരയിൽ നിന്നും നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ട് എത്തുന്നതിൻ്റെ ഒരു 3 കിലോമീറ്റർ മുമ്പ് പുളിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പുളിക്കൽ ജംഗ്ഷനിൽ തന്നെയാണ് ഇവരുടെ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ആർക്കെങ്കിലും എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒരു നമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വീഡിയോൻ്റെ മേലെ ഭാഗത്ത് കേട്ടോ, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഈ വണ്ടീൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഇത്രയും കിടിലൻ വണ്ടി, അതായത് യാത്ര ഒരുപാടുള്ളവർക്ക് ഇന്നോവ എടുക്കണം, അത് കംഫർട്ടായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്ന് വണ്ടി ഓടിച്ച് നോക്കാം. എല്ലാവിധ സെറ്റപ്പും ചെയ്തു തരും. കമ്പനിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി എടുക്കാം, എല്ലാം നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. മാക്സിമം ചെക്ക് ചെയ്യുക എപ്പോഴും. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 9,75,000 ഒന്നും നിങ്ങൾ കയ്യിൽ കൊണ്ടുവരണ്ട കേട്ടോ. വെറും 2,75,000 രൂപയുടെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ 7 ലക്ഷം രൂപ 2013 G4 വണ്ടിക്ക് ഇതിന് ലോണും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ ലോ ബഡ്ജറ്റിൽ വളരെ കുറഞ്ഞൊരു ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇത് ഇറക്കിക്കൊണ്ട് പോകാനും പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ. ഞാൻ കുറച്ച് നേരം ഒന്ന് ഓർക്കട്ടെ.